കേരളീയ ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +1 ക്ലാസ്സിലെ ബ്ലാക്ക് എന്ന ഫിൽമി സമീക്ഷ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ നോട്ട്സ് നോക്കാം. അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 8 മാർക്കിൻ്റെ കിസി ഏക മൻപസന്ത് ഫിലിം കി സമീക്ഷ ലിഖെ. ഏതെങ്കിലും മനസ്സിനെ ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സമീക്ഷ തയ്യാറാക്കുക, സിനിമ നിരൂപണം തയ്യാറാക്കുക എന്ന്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് തന്നെ എഴുതാം. എഴുതുന്ന ആൻസർ ഇങ്ങനെയായിരിക്കണം. അതിൻ്റെ ടൈറ്റിലായി ഫിൽമി സമീക്ഷ എന്ന് കൊടുക്കുക. അതിൻ്റെ താഴേക്ക് നാം, ആ ഫിലിമിൻ്റെ പേര് ബ്ലാക്ക്. അതിൻ്റെ താഴെ നിർദ്ദേശകെന്നോ കൊടുക്കുക. നിർദ്ദേശകൻ എന്ന് വെച്ചാൽ ഡയറക്ടർ സഞ്ജയ് ലീല ഭംസാലി. ധന്യാങ്കൻ എന്ന് വെച്ചാൽ ശബ്ദലേഖനം റസൂൽ പൂക്കുട്ടി. അതിൻ്റെ താഴെ അടുത്ത പാരഗ്രാഫ് തിരിച്ചെഴുതുക. संजय लीला भंसाली द्वारा निर्देशक ब्लैक एक संवेदनशील फिल्म है. സഞ്ജയ് ലീല ഭംസാലി ദ്വാര മുഖേന ഡയറക്റ്റ് ചെയ്ത ബ്ലാക്ക് എന്ന ഫിലിം ഒരു സംവേദന ഉളവാക്കുന്നത് ആണ്. ഏക ഹെലൻ കെല്ലർ और उसकी ടീച്ചറെ ആനി സുലിവൻ के लिए अर्पित है. ഇത് ഹെലൻ കെല്ലറും അവരുടെ ടീച്ചറായ ആനി സുലിവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന ഫസ്റ്റ് പാരഗ്രാഫ് കൊടുക്കുക. സെക്കൻഡ് പാരഗ്രാഫായിട്ട് എഴുതുക. മിഷേൽ മെക്കനെലി अपने शिक्षक देवराज सहाय की तलाश में फड़कती करने में फिल्म शुरू होती है. द्वारा മുഖേന മുഖാന്തരം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത നോക്കിയ തലാശ് എന്ന് വെച്ചാൽ തേടുക, ഫടക്കിന അലയുക, ശുരുഹന ആരംഭിക്കുക. നോക്കിയേ, മിഷേൽ മെക്കനേലി അപ്പനെ ശിക്ഷക അധ്യാപകൻ മിഷേൽ മെക്കനേലി അവരുടെ അധ്യാപകനായ ദേവരാജ് സഹായിനെ തേടി അലയുന്നതോടെയാണ് ഫിലിം ആരംഭിക്കുന്നത്. മിഷേൽ അന്ധി ബഹരി ആർ ഗൂങ്കി ലടുക്കി ധി. മിഷേൽ അന്ധയും എന്നുവെച്ചാൽ കണ്ണു കാണാൻ കഴിയാത്തവളും, ബഹരി എന്ന് വെച്ചാൽ ബെദിരയും, അതായത് കേൾക്കാൻ കഴിയാത്തതും, ഗൂങ്കി എന്ന് വെച്ചാൽ ഊമ സംസാരിക്കാൻ കഴിയാത്ത പെൺകുട്ടിയും ആണ്. माता-पिता ने उसे सिखाने और सुधारने के लिए बहरों और अंधों के विद्यालय के देवराज सहाय को अध्यापक के रूप में नियुक्त किया. മാതാപിതാക്കൾ അവളെ സിഖാന പഠിപ്പിക്കുവാനും സുധാരണ നേരെയാക്കുവാനും വേണ്ടി ബഹിരോം ആർ അന്ധോ അന്ധന്മാരുടെയും ബദിരന്മാരുടെയും വിദ്യാലയത്തിലെ അധ്യാപകനായ ദേവരാജ സഹായനെ നിയുക്ത് ഹോന ഏർപ്പാടാക്കി. വേ സനക്കി ആർ പിയക്കെടുത്തേ. വേ അദ്ദേഹം, അതായത് ദേവരാജ്, സനക്കി വിചിത്ര സ്വഭാവം ഉള്ളവനും പിയക്കടെ മദ്യപാനിയും ആയിരുന്നു. ദേവരാജ് മെഖ്നെലി കോ घर से बाहर आकर പ്രകൃതി കെ അണു കോ പരിചയ കർത്താ ഹെ. ദേവരാജ് മെഖ്നേലിയെ വീട്ടിൽ നിന്നും വെളിയിൽ കൊണ്ടുവരികയും പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ബോലിനെ ആർ സുനിനെ ഏക്ക് ഹദ് തക്ക് മെഖ്നേലി കോ മില. ഒരു പരിധി വരെ, ഹദ് തക്ക് എന്ന് വെച്ചാൽ പരിധി വരെ കേൾക്കുവാനും ബോലിന സംസാരിക്കുവാനും മിഷേൽ മെഖ്നേലിക്ക് സാധിച്ചു. ഇസ്ലിയെ വേ ഉസ്കോ സ്കൂൾ മേ ഭർത്തി കർവായി. അതുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയെ സ്കൂളിലേക്ക് ഭർത്തി കർവായി ചേർത്ത് സ്കൂളിൽ കൊണ്ടുചെന്നാക്കി. മെക്കനേലി കോ സ്നാതക് ബനാന ശിക്ഷക കാ സ്വപ്ന ഥ. മെക്കനേലിയെ സ്നാതക് ഗ്രാജുവേറ്റ് ആക്കുക എന്നത് അധ്യാപകൻ്റെ സ്വപ്നം ആയിരുന്നു. ലേക്കിൻ എന്നാൽ ഉസ്കി ലഗാവ് നയാ മോഡ് ഥി. എന്നാൽ അവളുടെ ലക്ഷ്യം പുതിയ തലത്തിലേക്ക് ആയിരുന്നു. തബ് വഹു ഖോ ജാതാ ഹേ. ഖോന കാണാതെ പോവുക, നഷ്ടപ്പെടുക എന്നൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കാണാതെ പോയി. 12 വർഷಕ್ಕೆ ബാദ്, 12 എന്ന് വെച്ചാൽ 12 വർഷങ്ങൾക്ക് കേബാദ് ശേഷം വിസ്മൃതി രോഗസെ പീഡിതേ. വിസ്മൃതി എന്ന് വെച്ചാൽ മറവി രോഗത്തിൽ പീഡിക്കപ്പെടുന്ന അധ്യാപകനെ കണ്ടെത്തി. കോമിലി എന്ന് വെച്ചാൽ കണ്ടെത്തി. ദേവരാജിക്ക് കോയി സ്മൃതി കോ ജാഗിനമേ മെക്കനേലി സഫൽ ഹൊത്തി ഹെ. ദേവരാജിൻ്റെ നഷ്ടപ്പെട്ട ഓർമ്മകളെ, സ്മൃതിയെ ജാഗിന ഉണർത്തുന്നതിൽ മെക്കനേലി സഫൽ വിജയം കൈവരിക്കുകയും ചെയ്തു. വഹ അധ്യാപക ഹാത്ത് ധാംകർ ആകെ നികൽത്തി ഹെ. അവൾ അധ്യാപകൻ്റെ കൈയും ധാംകർ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഫിലിം അവസാനിക്കുന്നത്. എന്നിട്ടത് സെക്കൻഡ് പാരഗ്രാഫായിട്ട് കൊടുക്കുക. തേർഡ് പാരഗ്രാഫിലെ അടുത്തതിൻ്റെ കണ്ടന്റ് എഴുതുക. എന്നൊക്കെ ബ്ലാക്ക് की പട്കഥ മാനവീയ അനുഭൂതിയും സേ പരിചയ ഹെ. ബ്ലാക്കിൻ്റെ പട്കഥ തിരക്കഥ മാനവീയ അനുഭൂതികൾ എന്ന് വെച്ചാൽ തോന്നലുകൾ, ഫീലിങ്സുകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഫിലിം കാ ഹറേക്ക് ഷോട്ട് ആകർഷക ഹെ. ഫിലിമിൻ്റെ ഓരോ ഷോട്ടുകളും ആകർഷകം തന്നെ ആയിരുന്നു. ധന്യാങ്കൻ റസൂൽ പൂക്കുട്ടി ഹെ. ശബ്ദലേഖനം റസൂൽ പൂക്കുട്ടിയായിരുന്നു. പാർശ്വസംഗീത സറാഹനീയ ഹെ. പാർശ്വസംഗീത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സറാഹനീയ നിലവാരമുള്ളത് ആയിരുന്നു. ഫിലിമെ അമിതാഭ് ബച്ചൻ, റാണി മുഖർജി और ആയിഷ കപൂറെ ആദി കെ ഭൂമിക ഹെ. ഫിലിമിൽ അമിതാഭ് ബച്ചനും റാണി മുഖർജിയും ഐഷ കപൂറുമായിരുന്നു റോൾ അഭിനയിച്ചത്.
അതെ, ഫിലിം കെ സംവാദ പാത്ര ഭാവ ഏവം പരിവേശിക്ക് അനുകൂൽ ഹേ. ഫിലിമിലെ സംവാദങ്ങൾ, പിന്നെ കഥാപാത്രങ്ങൾ, ഭാവനകളെ ഇവ പരിവേശിക്ക് അനുകൂൽ ഹേ, ചുറ്റുപാടിന് അനുസരിച്ച് തന്നെ ആയിരുന്നു. ഇത്രയും എഴുതിയാൽ മതി. 3 പാരഗ്രാഫായിട്ട് അത് എഴുതി. ആദ്യം ഇതുപോലെ വൃത്തിയായിട്ട് എഴുതി അവസാനം ഒരു കോളം വരച്ച് അതിനകത്താക്കണം ഫിൽമി സമീക്ഷ. 8 മാർക്ക് കിട്ടും. പഠിച്ചു വയ്ക്കുക എല്ലാവരും. എക്സാമിന് ഉണ്ട്, നോക്കി നല്ലതുപോലെ വായിച്ച് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി.